ഗൈസ് അപ്പോൾ നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച വരാല. അപ്പോൾ ഇന്ന് ഇവനെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അതാണ്ട് ഗ്രില്ലും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവനെ ക്ലീൻ ചെയ്യാം. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വരാല്. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ വരയണം. ഫ്രഷ് വരാനാ ജീവനോടെ പിടിച്ചു. അതാ വേണ്ടത്. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങ നീര്, വെളുത്തുള്ളി ഇഞ്ചി. നല്ലൊരു വാരി തേക്കാൻ കുറെ ഉണ്ട്. ഒന്നും അടങ്ങട, ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്നലെ ഷെഫാകാൻ തുടങ്ങിയത്. പല ഹോട്ടലിലും പാത്രം കഴുകി വന്നവരെ. സീൻ. നമ്മൾ അരപ്പൊക്കെ പുരട്ടി കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ഇവനെ ഒന്ന് വെറുതെ വെക്കണം. അതിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വരാലിനെ എടുത്തിട്ടുണ്ട്. ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും ടാസ്ക് എടുത്തുള്ള പരിപാടിയത്. ഈ കൂടി കിടക്കുന്നത് പൊളിച്ചില്ലേ? നമ്മൾ വീണ്ടും തിരിച്ച് കുഴപ്പമില്ല. അത് വെന്തയാ ഇത്രയും പെട്ടെന്ന് വിഷയായി. കുഴപ്പമില്ല. എന്റെ കോൺഫിഡൻസ് ഇല്ല തകർക്കാൻ. നീ പരപ്പൂർവ്വം അത് പെട്ടെന്നല്ലേ? പച്ച ഇറച്ചിയായിട്ടാണ്. പച്ച നമ്മളെ ജീവനോടെ എടുത്തിട്ട് അപ്പൊ തന്നെ കൊന്ന് ആയിരിക്കും. അതുകൊണ്ടാണ് അടന്നു വന്നടാ. സീനില്ലടാ. ലേശം എണ്ണ ചെറുക്കുന്ന നോക്കാം. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. യോഗമാവും. അപ്പോൾ വീണ്ടും നമ്മൾ എണ്ണയൊക്കെ തൂത്ത് കൊടുത്ത് സാധനമൊക്കെ റെഡിയാകുന്നതാണ്. നമുക്ക് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അല്ലേ? അപ്പോൾ ഒരു ശരി ഫുഡി ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നിത്തുത്തങ്ങൻ. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ച് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് നല്ല ചൂടായിരിക്കും. അത് ഇങ്ങോട്ട് മാറ്റി നോക്കാം. നമ്മളെന്തായാലും ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. ഇതൊരു പായി കണ്ടിട്ടിരിക്കണല്ലേ? സമയത്ത് തന്നെ വന്നുകൊണ്ട് പക്ഷേ ചിക്കൻ ഗ്രില്ല് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല മെൽറ്റ് ആയിട്ടുണ്ട് മസാലയൊക്കെ. ആരാ മസാല ചെയ്താ? കൊള്ളാൻ പറ. സൂപ്പർ. ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സാധനം ഭയങ്കര ചൂട് രക്ഷയില്ല. കൈ കൊള്ളുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോ വാഴയില വെട്ടിട്ടാ നമുക്ക് നൈസായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വാട്ടിട്ടെടുക്കാം. നമ്മൾ വാഴയില അങ്ങോട്ട് വാട്ടി ഇതിന്റെ മെയിൻ പൊടി അടിച്ച് നാരങ്ങയും കൂടെ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ മണിച്ചേട്ടൻ പറയുന്നറിയാം, മറ്റേ വരാലിൻ്റെ അകത്ത് നാരങ്ങ പിടിച്ച് ഷാപ്പി കിട്ടുന്ന ആ മൂടാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. മൈനസ് പോലും വേണ്ടല്ലോ. ഒരു സാധനം സൂപ്പർ. എനിക്കൊന്നും കള്ളം പറഞ്ഞല്ലേ, എന്താ പറയാ, വേറെ മൂഡ് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മൈനസ് ഒന്നും ആവശ്യമില്ല. ഒരു കൂടെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് തന്നെ പച്ചയ്ക്ക് ഒരു സവാളയായിട്ട് കഴിക്കാൻ മതി അല്ലേ?